നമസ്കാരം. ഒരു ആണവ യുദ്ധത്തിൻ്റെ കാർമേഘ പടലങ്ങൾ യൂറോപ്പിലാകമാനം ബാധിച്ചിരിക്കുന്നു. സ്വല്പം അസ്വസ്ഥജനകമായ വാർത്തയാണ് ഇപ്പോൾ റഷ്യയിൽ നിന്ന് കടന്നു വരുന്നത്. വളരെ സ്തോഭജനകമായ ഒരു വാർത്തയാണ്. വ്ളാഡിമിർ പുടിൻ തന്ത്രപ്രധാനമായ ഒരു നയരേഖയിൽ ഒപ്പുവെച്ചിരിക്കുന്നു, പോളിസി ഡോക്യുമെൻറ്റിൽ ഒപ്പുവെച്ചിരിക്കുന്നു. അതിതാണ്, ഉക്രൈൻ്റെ ഭാഗത്തു നിന്ന് റഷ്യക്കെതിരെ ഇനി മിസൈൽ ആക്രമണം ഉണ്ടായാൽ, പ്രത്യേകിച്ച് അമേരിക്ക നൽകിയ ആറ്റക്കോംബ് മിസൈലുകൾ ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ ഉക്രൈനെ ആണവമായി ആക്രമിക്കും. യൂറോപ്പിലാകെ ആണവ ആക്രമണം ഉണ്ടാകാൻ ഇത് നിമിത്തമാകും. അതിന് റഷ്യ മടിക്കില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായി വിചാരിക്കും, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുൻപും ആണവ ഭീഷണി മുഴക്കിയിട്ടുണ്ടല്ലോ, ഇപ്പോഴെന്താണ് അതിൻ്റെ ഒരു പ്രസക്തിയുണ്ട്. ഇതൊരു നയപരമായ കാര്യമാണ്. റഷ്യ മുൻപെടുത്തിരുന്ന ഒരു പ്രഖ്യാപിത നയമുണ്ട്. ആണവ ഇതര രാജ്യങ്ങളെ തങ്ങൾ ആണവമായി ആക്രമിക്കില്ല. അങ്ങനെയെങ്കിൽ ഉക്രൈൻ ഒരു ആണവ ഇതര രാജ്യമാണ്. ആണവ ബോംബുകൾ കൈവശമില്ലാത്ത രാജ്യമാണ് ഉക്രൈൻ. അങ്ങനെയെങ്കിൽ ഉക്രൈനെ റഷ്യക്ക് ആക്രമിക്കാനാവില്ല നയപരമായി. ഇനി നയം പിടിഞ്ഞുകൊണ്ട് യുദ്ധത്തിൽ എന്ത് നയം, അത് തൻകാര്യം എന്നതല്ലേ. ഇവിടെ പുടിൻ്റെ ആ ഡോക്യുമെൻറ്റിൽ വ്യക്തമായി ഇപ്പോൾ പറയുന്നു, അമേരിക്ക ഉണ്ടാക്കിയ മിസൈലാണ്. അമേരിക്ക ആണവ രാജ്യമാണ്, ബ്രിട്ടൻ ആണവ രാജ്യമാണ്, ഫ്രാൻസ് ആണവ രാജ്യമാണ്, നെയ്റ്റോയിലെ ഈ 3 രാജ്യങ്ങൾ ആണവ രാജ്യമാണ്. നെയ്റ്റോയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഉക്രൈൻ ഇപ്പോൾ റഷ്യക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നത്. റഷ്യക്കെതിരെ 8 മിസൈലുകൾ ആണ് ഉക്രൈൻ കഴിഞ്ഞ ദിവസം പാലിച്ചത്. ഇത് മുഴുവൻ ബാലിസ്റ്റിക് മിസൈലുകളാണ്. അതിൽ റഷ്യ പറയുന്നത് അതിൽ 6 എണ്ണം തന്നെ ഞങ്ങൾ നിർവീര്യമാക്കി എന്ന് പറയുന്നു. പക്ഷേ അമേരിക്ക ഉറച്ചു പറയുന്നു 6 മിസൈലുകൾ റഷ്യൻ ടെറിട്ടറിയിൽ, ഡീപ്പ് ഇൻസൈഡ് റഷ്യൻ ടെറിട്ടറി വലിയ നാശം വിതച്ചു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അമേരിക്ക നൽകിയ അറ്റക്കോംബ് മിസൈലുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞ ദിവസം ജോ ബൈഡൻ ഉക്രൈൻ അനുമതി നൽകി. അതുപോലെ ബ്രിട്ടൻ്റെ ടോം ഷാഡോ മിസൈലുകൾ ഉപയോഗിക്കാനായി അനുമതി നൽകിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നെയ്റ്റോ ഇവിടെ യുദ്ധത്തിലേക്ക് നേരിട്ട് വന്നില്ലെങ്കിലും നേരിട്ട് വന്നതായി പരിഗണിക്കണം. അതിനാൽ ആണവശക്തിയുള്ള രാജ്യമായ അമേരിക്കയും ബ്രിട്ടനുമായി ചേർന്ന് നിന്നുകൊണ്ട് ഉക്രൈൻ റഷ്യയെ ആക്രമിക്കുമ്പോൾ തങ്ങൾക്ക് ആണവമായി തിരിച്ചടിക്കാൻ അവകാശമുണ്ട് എന്ന മട്ടിലാണ് ഇവിടെ പ്രഖ്യാപനം. ഇവിടെ നോക്കൂ, ലോകത്തെ ഒരു 16,000-ഓളം ആണവ പോർമുനകളുണ്ട്. അതിൽ തന്നെ ഒരു 3,800-ഓളം പോർമുനകൾ വളരെ സജീവമാണ്, ഏത് നിമിഷവും ഉപയോഗിക്കാവുന്ന രൂപത്തിലാണ്. റഷ്യയുടെ കൈവശം തന്നെ 5,600-ൽ പരം ആണവ പോർമുനകളുണ്ട്. അതിൽ ഉപയോഗക്ഷമമായ 1000-ലധികം പോർമുനകളാണുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായി ഒരു യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ യൂറോപ്യൻ നഗരങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടും. അത് പാരീസ് ആകട്ടെ, ബെർലിൻ ആകട്ടെ, ലണ്ടൻ സിറ്റി ആകട്ടെ, ലിസ്ബൺ ആകട്ടെ, ഒക്കെ തന്നെ ടാർഗറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഉക്രൈനിയൻ തലസ്ഥാനമായ കീവ് മാത്രമായിരിക്കില്ല. അങ്ങനെയെങ്കിൽ അവിടുത്തെ ജനം ജാഗരൂകരായിരിക്കണം. യൂറോപ്പിൻ്റെ മിക്ക രാജ്യങ്ങളും, സ്വീഡൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ ജനതകളോട് കെയർഫുള്ളായിരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഏതാനും ദിവസത്തെ ധാന്യശേഖരവും ഡ്രൈ ഫ്രൂട്ട്സും വെള്ളവും എല്ലാം കരുതി വെക്കണം. ഒരു ആണവ വികിരണമുണ്ടായാൽ, സ്ഫോടനമുണ്ടായാൽ, അയൽരാജ്യത്താണെങ്കിൽ പോലും ആണവ വികിരണം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അതിനുള്ള മുൻകരുതലെടുക്കണം എന്ന് നോർവേയും സ്വീഡനും ഫിൻലൻഡും ഡെൻമാർക്കും, ഇതെല്ലാം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. റഷ്യയോട് വളരെ അടുത്തുള്ള പ്രദേശങ്ങളാണ് സ്കാൻഡിനേവിയ. ഈ സ്കാൻഡിനേവിയൻ പ്രദേശങ്ങളെല്ലാം ആ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. മറ്റ് രാജ്യങ്ങളിലും വ്യാപകമായ ലഘുലേഖ വിതരണവും സോഷ്യൽ മീഡിയ വഴിയുള്ള മുന്നറിയിപ്പുകളും എല്ലാം നടക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ആണവ യുദ്ധത്തിൽ ഒരു വിജയം ഉണ്ടാവില്ല. ആണവയുദ്ധം അതിനേക്കാൾ വലിയ തിരിച്ചടിക്ക് കാരണമാകും. അത് സർവനാശമായിരിക്കും ഫലം. ഇവിടെ 2 മുന്നണികളിൽ ഇറാൻ ആണവ സാങ്കേതിക വിദ്യ കൈവരിക്കുന്നതിൻ്റെ ത്രഷ് ലിമിറ്റിലാണ്. ഇറാൻ്റെ കൈവശം വലിയ തോതിൽ ഫിസൈൽ മെറ്റീരിയലുണ്ട്. യുറേനിയം, സമ്പുഷ്ടീകരിച്ച യുറേനിയമുണ്ട്. 6000-ഓളം കിലോഗ്രാം യുറേനിയം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഏതാനും ബോംബുകൾ ഉണ്ടാക്കാനുള്ള യുറേനിയമുണ്ട്. 60% സമ്പുഷ്ടീകരിക്കാനുള്ള സാങ്കേതികവിദ്യ ഇറാൻ കൈവരിച്ചു. പക്ഷേ യുറേനിയം എൻറിച്ച്മെൻറ്റ് 90% പ്യൂരിറ്റിയിൽ സംഭവിച്ചെങ്കിൽ മാത്രമേ അത് വെപ്പണൈസ് ചെയ്യാൻ കഴിയൂ. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവ ബോംബുണ്ടാക്കാൻ കഴിയും. ആ ഘട്ടത്തിലാണ്
IAEAയുടെ ഇൻസ്പെക്ഷൻ ഉണ്ടാകുന്നതും അവരുടെ മേൽനോട്ടത്തിൽ നടത്തിയ ഏറ്റവും അവസാന കണക്കെടുപ്പിൽ കാണുന്നത് കഴിഞ്ഞ 3-4 മാസത്തിനുള്ളിൽ തന്നെ ഓരോ മാസവും ഒരു 600-700 കിലോഗ്രാം വീതം ഫിസൈൽ മെറ്റീരിയൽ ഇറാൻ വർദ്ധിപ്പിക്കുന്നതായും, എന്നാൽ കഴിഞ്ഞ ദിവസം അത് ഫ്രീസ് ചെയ്ത് ഒരു പ്രത്യേക അവർക്ക് ആവശ്യമുള്ളതായി എന്ന മട്ടിൽ അവർ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന കണക്ക് ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി, അത് യുണൈറ്റഡ് നേഷൻസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സമിതിയാണ്, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി, അവരുടെ കണക്കുകളാണ്. ഇതെല്ലാം ഭയപ്പെടുത്തുന്ന കണക്കുകളാണ്. ഈ ആണവായുധങ്ങൾ ഇറാനെ പോലെ രാജ്യത്തിൻ്റെ കൈവശം വന്നാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ 9 രാജ്യങ്ങൾ ഇതുവരെ വളരെ റെസ്പോൺസിബിളായി മാത്രമേ ആണവായുധങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളൂ. ആകെ ഉപയോഗിച്ചിട്ടുള്ളത് ആദ്യമാണവ സാങ്കേതികവിദ്യ കൈവരിച്ച അമേരിക്കയാണ്. മാൻഹാറ്റൻ പ്രോജക്റ്റിൻ്റെ ഫലമായി സ്വാംശീകരിച്ചെടുത്ത 2 ബോംബുകൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും 1945 രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പ്രയോഗിച്ചു. അത് ലോകത്തിന് വലിയൊരു തിരിച്ചറിവായിരുന്നു, മുന്നറിയിപ്പായിരുന്നു. പിന്നെ ആരും തന്നെ ഉപയോഗിച്ചിട്ടില്ല. 5 വൻ ശക്തികൾ P5, ഈ ഐക്യരാഷ്ട്ര സംഘടനയിൽ സെക്യൂരിറ്റി കൗൺസിലെ P5, റഷ്യ, അമേരിക്ക, ചൈന, ഫ്രാൻസ് ആൻഡ് ബ്രിട്ടൻ പ്രഖ്യാപിത ആണവ രാജ്യങ്ങളാണ്. ഇതിൽ തന്നെ NPTയിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇത് പലതും. അപ്പം നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി 1970 ആണവ നിർവ്യാപന കരാർ അതിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ്. അതേസമയം CTBTയിൽ പലരും ഒപ്പുവെച്ചിട്ടില്ല. കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി, പിന്നീട് 90കളിൽ വന്ന കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റിയിൽ, സമഗ്ര ആണവായുധ പരീക്ഷണ നിരോധന കരാറിൽ പല രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടില്ല. ഇതിനിടയിൽ പല രാജ്യങ്ങളും ഈ P5 പുറത്ത് പല രാജ്യങ്ങളും ആണവ സാങ്കേതികവിദ്യ നേടിയെടുത്തു. 1974 മുതൽ ഇന്ത്യ ആണവ രാജ്യമാണ്. പക്ഷേ നമുക്ക് 1998 മുതൽ ആണവ സാങ്കേതികവിദ്യ നമ്മൾ ഒഫീഷ്യലായി ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്യമായി പ്രഖ്യാപിച്ചു. നോ ഫസ്റ്റ് യൂസ് ബേസ്ഡ് ഓൺ മിനിമം ക്രെഡിബിൾ ന്യൂക്ലിയർ ഡിറ്ററൻസ്. ആദ്യമായി നമ്മൾ ആണവായുധം ആർക്കുമെതിരെ നേരിട്ട് ഉപയോഗിക്കില്ല. മിനിമം ക്രെഡിബിൾ ഒരു എണ്ണം ഉണ്ടാകണം, ഒരു മിനിമം എണ്ണം ഉണ്ടാകണം. പാകിസ്ഥാനും ചൈനയ്ക്കുമെതിരെ ഒരു ഡിറ്ററൻ്റ് എന്നുള്ള നിലയിൽ, ഒരു പ്രതിരോധം എന്ന നിലയിൽ, ആക്രമിക്കാൻ വേണ്ടിയല്ല, കൈവശമുണ്ടെങ്കിൽ അവ ഇങ്ങോട്ട് ആക്രമിക്കാതിരിക്കാനുള്ള ഒരു പ്രതിരോധ ഘടകമെന്ന നിലയിൽ ഉപയോഗിക്കും എന്ന ഇന്ത്യയുടെ ഒരു പോളിസി. അതുപോലെ ചൈനയ്ക്കും ഒരു പോളിസിയുണ്ട്, അതുപോലെ മറ്റ് രാജ്യങ്ങൾക്ക് പോളിസിയുണ്ട്. അതായത് എന്നാൽ 2-3 രാജ്യങ്ങൾക്ക്, നോർത്ത് കൊറിയ പോലെയുള്ള രാജ്യങ്ങൾ, അവർ പ്രഖ്യാപിത ആണവ ശക്തികളാണ്. പക്ഷേ അത് ലോകം അതിനെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ നമുക്കറിയാം കിം ജോങ് ഉന്നിൻ്റെ കൈവശം ആണവ ബോംബുകളുണ്ട്. അത് പ്രയോഗിക്കാൻ ഒരുപക്ഷെ അദ്ദേഹം മടിക്കില്ല. ഇപ്പോൾ റഷ്യയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഉക്രൈൻ യുദ്ധത്തിൽ ഈ നോർത്ത് കൊറിയ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 10,000-ഓളം സൈനികർ, നോർത്ത് കൊറിയൻ സൈനികർ റഷ്യൻ മണ്ണിൽ ഉക്രൈനെതിരെ യുദ്ധം ചെയ്യാനായി അണിനിരക്കുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അതുപോലെ ഇസ്രയേൽ പ്രഖ്യാപിത ആണവശക്തിയല്ല എങ്കിലും നമുക്കറിയാവുന്നതുപോലെ ഇസ്രയേലിന് 40-50 ബോംബുകളെങ്കിലും ഉണ്ട്. അവരത് പുറത്ത് പറഞ്ഞിട്ടില്ല, പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ടാണ്. എന്നാൽ മുൻകാലങ്ങളിൽ ആണവ ആയുധങ്ങൾ കൈവശമുണ്ടായിരുന്ന സൗത്ത് ആഫ്രിക്ക NPTയിൽ സൈൻ ചെയ്തു, അവർ ആണവായുധങ്ങൾ ഉപേക്ഷിച്ചു. അതുപോലെ ഉക്രൈൻ്റെ കൈവശമുണ്ടായിരുന്ന പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടത്തിലാണ് 91 വരെ ഉക്രൈൻ്റെ കൈവശമുണ്ടായിരുന്നതും ബെലറൂസിൻ്റെ കൈവശമുണ്ടായിരുന്നതും കസാക്കിസ്ഥാൻ്റെ കൈവശമുണ്ടായിരുന്നതുമായ ആണവ ആയുധങ്ങൾ റഷ്യക്ക് തിരിച്ചു കൊടുത്തു. അതുകൊണ്ട് സോവിയറ്റ് യൂണിയൻ്റെ ന്യൂക്ലിയർ ലെഗസി പിതൃത്വം പേർന്ന ഏകരാജ്യം ഇപ്പോൾ റഷ്യ മാത്രമാണ്. അതുകൊണ്ട് ആണവ ആയുധങ്ങളുള്ള അല്ലെങ്കിൽ ആണവ സാങ്കേതികവിദ്യ പൂർണ്ണമായി കൈവശമുള്ള രാജ്യങ്ങളുടെ എണ്ണം ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെ, പാകിസ്ഥാനും ആണവ ശക്തിയാണ്. 98 മുതൽ പാകിസ്ഥാനും ആണവ രാജ്യമാണ്. ഇതൊന്നും തന്നെ അംഗീകൃത രാജ്യങ്ങളല്ല. 5 അംഗീകൃത രാജ്യങ്ങളും 4 അംഗീകൃത ഇതര രാജ്യങ്ങളും. കൃത്യമായ എണ്ണം ഒന്നുകൂടി പറയുന്നു: അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ, അതോടൊപ്പം നോർത്ത് കൊറിയ, അതുപോലെ ഇന്ത്യ, പാകിസ്ഥാൻ, ഇസ്രായേൽ, ഇങ്ങനെ 9 രാജ്യങ്ങൾ ആണവ ശക്തികളാണ്. അതോടൊപ്പം ഇറാനും കൂടി വന്നു കഴിഞ്ഞാൽ വളരെ അസ്വസ്ഥജനകമായ ഒരു ലോകക്രമമായിരിക്കും ഇനിയും ഉണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ചും വ്ളാഡിമിർ പുടിൻ്റെ ഭാഗത്തു നിന്ന് വന്ന പ്രസ്താവന, ഈ വീഡിയോയുടെ ഇതിവൃത്തം ആ ഒരു പ്രസ്താവനയുടെ പൊരുൾ തിരിക്കുക എന്നതാണ്. അങ്ങനെയൊന്നും പെട്ടെന്ന് ആണവായുധം പ്രയോഗിക്കാൻ പുടിൻ തയ്യാറാവില്ലായിരിക്കാം. അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ അളമുട്ടിയാൽ പാമ്പും കടിക്കും. കാരണം 1000 ദിനം പിന്നിട്ടിരിക്കുന്നു. ഉക്രൈൻ റഷ്യ യുദ്ധത്തിന് 1000 ദിവസം പിന്നിട്ടിരിക്കുന്നു. അങ്ങനെ ജോ ബൈഡൻ അണയാൻ പോകുന്നതിന് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ റഷ്യയെ ഒരു പാഠം പഠിപ്പിക്കും എന്ന നിലയിലാണ്. അങ്ങനെ ജനുവരി 20, 2025 ഡൊണാൾഡ് ട്രംപിൻ്റെ കയ്യിലേക്ക് വൈറ്റ് ഹൗസിൻ്റെ നിയന്ത്രണം, ആണവ പോർമുലകളുടെ നിയന്ത്രണം വരുന്നതിന് മുൻപ് തന്നെ
ജോ ബൈഡൻ എന്ന ദുർബലനായ പ്രസിഡന്റ് താൻ ദുർബലനല്ല എന്ന് കാണിക്കാനായി വല്ല സാഹസവും കാട്ടുമോ നമുക്കറിയില്ല. ആണവായുധങ്ങളൊന്നും ഉപയോഗിക്കില്ലായിരിക്കാം, പക്ഷേ റഷ്യക്കെതിരെ അറ്റകോംബ് മിസൈലുകൾ ഉപയോഗിച്ചുകൊള്ളൂ എന്ന് സെലൻസ്കിയോട് പറയാൻ ധാർഷ്ട്യം കാണിച്ച ബൈഡൻ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതിന് തീർച്ചയായും പ്രത്യാഘാതങ്ങൾ പ്രസ്താവനയുടെ രൂപത്തിൽ മാത്രം പൊട്ടിൽ നിന്ന് വന്നാൽ നമുക്ക് ആശ്വസിക്കാം. പക്ഷേ പ്രവൃത്തിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ മൂന്നാം ലോകമഹായുദ്ധം എന്ന അശ്വിനിബാധൻ ലോകത്തിൻ്റെ മേൽ വന്നുപെടും. അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശിക്കാം, പ്രാർത്ഥിക്കാം.